നമസ്കാരം. ഒടുവിൽ ആ നാടകവും പൊളിഞ്ഞു. എന്തൊക്കെയായിരുന്നു ആരോഗ്യമന്ത്രി, അതായത് പഴയ മന്ത്രി കൊച്ചമ്മയ്ക്ക് കഴുത്തിനടിയേറ്റു എന്നും നിസ്സാര പരിക്കല്ല എന്നും ആ പരിക്കിൽ കേരളം ഇടപെടുന്നു, മന്ത്രിമാർ ഇടപെടുന്നു, മുഖ്യൻ ഓടിയെത്തുന്നു, ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു, കരുതിക്കൂട്ടിയുള്ള കൊലപാതക ശ്രമമാകുന്നു, കുറെ പിള്ളേരെ പിടിച്ച് അകത്തിടണമെന്നുള്ള വാദങ്ങളാകുന്നു. ഒടുവിൽ ഒക്കെ പൊളിഞ്ഞടിയാൻ പോവുകയാണ്. കേസ് അന്വേഷിക്കേണ്ടവർ അന്വേഷിക്കാനെത്തുമ്പോൾ ഇനി ഒക്കെ കെട്ടിച്ചമച്ചതായി മാറുമോ എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കാൻ പോകുന്നത്. തോറ്റതിനേക്കാളും നാണക്കേടാകും ഇനി വീണ ജോർജിന്. ഒരു കാലത്ത് കേരളത്തെ നടുക്കിയെന്ന് പറഞ്ഞ സംഭവം ഇന്ന് അന്വേഷണത്തിന്റെ മേശപ്പുറത്ത് വീണ്ടും എത്തിയിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചെന്ന വാർത്ത പുറത്തു വന്ന നിമിഷം മുതൽ കേരളം കേട്ടത് ഞെട്ടിക്കുന്ന വിശേഷണങ്ങളായിരുന്നു. കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റുവെന്നും ഇത് സാധാരണ പ്രതിഷേധമല്ല എന്നും ആസൂത്രിത കൊലപാതക ശ്രമമാണോ എന്നുമായിരുന്നു അന്നത്തെ പ്രതിപക്ഷത്തിന്റെ എതിരെ ഭരണപക്ഷം ഉന്നയിച്ച വാദം. മന്ത്രിമാർ ഒന്നടങ്കം രംഗത്തെത്തി. മുഖ്യമന്ത്രി പ്രതികരിച്ചു. പോലീസ് അതിവേഗം നീങ്ങി. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട യുവാക്കൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി. കേരളത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ജനാധിപത്യത്തെ തന്നെ വെല്ലുവിളിച്ച ക്രൂരാക്രമണമെന്ന ചിത്രമായിരുന്നു. എന്നാൽ ഇന്ന് അതേ സംഭവത്തെക്കുറിച്ച് വീണ്ടും അന്വേഷണം നടക്കാൻ പോവുകയാണ്. കേസ് കെട്ടിച്ചമച്ചതാണെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെടുന്ന സാഹചര്യം തന്നെ അന്നത്തെ നടപടികളെക്കുറിച്ച് പുതിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. അന്നത്തെ ദൃശ്യങ്ങൾ ഇന്നും മലയാളികൾക്ക് ഓർമ്മയുണ്ട്. ആശുപത്രി, സുരക്ഷ, കടുത്ത ആരോപണങ്ങൾ, രാഷ്ട്രീയ പ്രസ്താവനകൾ, പ്രതിഷേധക്കാർക്കെതിരെ ഉയർന്ന കുറ്റപത്രങ്ങൾ എല്ലാം അതിവേഗത്തിലായിരുന്നു. എന്നാൽ ഇന്ന് ഉയർന്ന ചോദ്യം വളരെ ലളിതമാണ്. സംഭവിച്ചതിനേക്കാൾ വലുതായ ഒരു ചിത്രം അന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നു. നിയമം യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നോ പ്രവർത്തിച്ചത്, അതോ രാഷ്ട്രീയ സാഹചര്യങ്ങളും വികാരങ്ങളും അന്വേഷണത്തെ സ്വാധീനിച്ചിരുന്നു? ഒരു പ്രതിഷേധത്തെ കൊലപാതക ശ്രമമായി അവതരിപ്പിച്ചാൽ അതിന്റെ ആഘാതം പ്രതികളിൽ മാത്രമല്ല മുഴുവൻ ജനാധിപത്യ സംവിധാനത്തിലുമാണ് ഉണ്ടാകുന്നത്. കാരണം ഓരോ ഗുരുതര വകുപ്പും ഒരു മനുഷ്യന്റെ ജീവിതത്തെ തന്നെ ബാധിക്കും. ഓരോ കേസും ഒരു കുടുംബത്തിന്റെ ഭാവിയെ മാറ്റിമറിക്കാൻ തന്നെ കഴിവുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ പേരിൽ ചുമത്തുന്ന ഓരോ കുറ്റാരോപണത്തിനും പിന്നിൽ കൃത്യമായ തെളിവുകളും സുതാര്യമായ അന്വേഷണവും ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന തുടരന്വേഷണം ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് തേടുന്നത്. അന്നത്തെ ആരോപണങ്ങൾ ശരിയായിരുന്നു? അന്വേഷണം നിഷ്പക്ഷമായിരുന്നു? അതോ രാഷ്ട്രീയ അന്തരീക്ഷം ഒരു കേസിന്റെ ഗതി മാറ്റിയോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തേണ്ട ഉത്തരവാദിത്വമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. കാരണം സത്യം എന്തായാലും അത് പുറത്തു വരണം. ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ പരാജയം ഒരു തിരഞ്ഞെടുപ്പിലെ തോൽവിയല്ല, ജനങ്ങൾക്ക് നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഒരു കേസിന്റെ പുനരന്വേഷണം മാത്രമല്ല, സത്യത്തിന്റെ വിശ്വാസ്യത തിരിച്ചുപിടിക്കാനുള്ള ഒരു വലിയ പരീക്ഷണം കൂടിയാണ്. മുൻമന്ത്രി വീണ ജോർജിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആക്രമിച്ചെന്ന കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് UDF സർക്കാരാണ് ഉത്തരവായിരിക്കുന്നത്. നിലവിൽ റെയിൽവേ പോലീസ് അന്വേഷിക്കുന്ന കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകും അന്വേഷണ തലവൻ. വീണ ജോർജിനെ ആക്രമിച്ചെന്ന കേസ് കെട്ടിച്ചമച്ചതാണെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് കണ്ണൂർ MLA TO മോഹനൻ നൽകിയ പരാതിയിലാണ് ആഭ്യന്തര വകുപ്പിന്റെ ഇപ്പോഴത്തെ നടപടി. കേസിൽ അന്വേഷണ സംഘത്തെ ഇന്ന് പ്രഖ്യാപിക്കും. ഫെബ്രുവരി 25-നായിരുന്നു സംഭവം. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അടക്കം 5 KSU പ്രവർത്തകരെ റിമാൻഡ് ചെയ്തിരുന്ന കേസാണത്. ഇവർക്ക് പിന്നീട് ജാമ്യം ലഭിച്ചു. പ്രവർത്തകരാണ് പ്രതികൾ. ഇവരെ റിമാൻഡ് ചെയ്തിരുന്നു. ഇവർക്ക് പിന്നീട് ജാമ്യം ലഭിച്ചുവെങ്കിലും ഗുരുതര വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പ്രതിഷേധത്തിനിടെ KSU പ്രവർത്തകർ ആയുധമുപയോഗിച്ച് മന്ത്രിക്കു നേരെ ചാടി വീണു എന്നും കഴുത്തിനാക്രമിച്ച് പരിക്കേൽപ്പിച്ചെന്നുമുള്ള ഗൺമാന്റെ മൊഴിയിലാണ് അന്ന് കേസെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച CCTV ദൃശ്യങ്ങളിലൊന്നും മന്ത്രിയെ ആക്രമിക്കുന്നതിന്റെ തെളിവുകൾ പോലീസിന് കണ്ടെത്താനായില്ല. പ്രതികൾക്കെതിരെ 13 വകുപ്പുകൾ ചുമത്തി കേസെടുത്ത പോലീസ് പിന്നീട് വധശ്രമ കേസ് ഒഴിവാക്കിയിരുന്നു. കേസിന്റെ ശക്തി വാർത്താ സമ്മേളനങ്ങളിലല്ല, തെളിവുകളിലാണ്. അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും സത്യത്തിന്റെ ഭാരമാണ് നിർണായകം. അതുകൊണ്ട് തന്നെ പിന്നീട് ഉയർന്ന സംശയങ്ങളും അന്വേഷണത്തിലെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചുള്ള പരാതികളും ഇപ്പോൾ തുടരന്വേഷണത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. അതാണ് ഈ കേസിന്റെ രാഷ്ട്രീയ പ്രാധാന്യം. ജനാധിപത്യത്തിൽ പ്രതിഷേധം സ്വാഭാവികമാണ്, അതിനെ നിയമം കൈകാര്യം ചെയ്യേണ്ടതുമാണ്. എന്നാൽ പ്രതിഷേധത്തെ കൈകാര്യം ചെയ്യുന്നതിനും പ്രതിഷേധക്കാരെ കുറ്റവാളികളായി ചിത്രീകരിക്കുന്നതിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു സാധാരണ സംഘർഷത്തെ കൊലപാതക ശ്രമം പോലുള്ള ഗുരുതര കുറ്റമായി അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ആഘാതം പ്രതികളിൽ മാത്രം ഒതുങ്ങുന്നില്ല, നിയമവ്യവസ്ഥയുടെ വിശ്വാസ്യതയെയും അത് ബാധിക്കും. കേരളം ഇതാദ്യമായല്ല ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കേൾക്കുന്നത്. ഭരണകൂടത്തിന് വിമർശകരായവർക്കെതിരെ കേസുകൾ ചുമത്തിയെന്ന ആരോപണങ്ങളും പ്രതിഷേധങ്ങളെ കടുത്ത വകുപ്പുകൾ ഉപയോഗിച്ച് നേരിട്ടുന്ന വിമർശനങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആ ആരോപണങ്ങളിൽ ഈ കേസും ചേർക്കപ്പെടുകയാണെങ്കിൽ അതൊരു വ്യക്തിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായയെ മാത്രമല്ല ഭരണത്തിന്റെ സമീപനത്തെയും ചോദ്യം ചെയ്യുന്നതായിരിക്കും. ഒരു ആരോഗ്യമന്ത്രിക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്, അതിൽ തർക്കമില്ല. എന്നാൽ അതേ സർക്കാർ ഒരു സംഭവത്തെക്കുറിച്ച് ജനങ്ങളോട് പറയുന്ന ഓരോ വാക്കിനും പിന്നീട് തെളിവുകളുടെ പരീക്ഷ പാസ്സാകേണ്ട ഉത്തരവാദിത്വവുമുണ്ട്.
ജനങ്ങളുടെ സഹതാപം നേടാൻ വികാരങ്ങളെ ഉപയോഗിക്കാം, പക്ഷേ നീതിയെ സ്ഥാപിക്കാൻ വികാരങ്ങൾ മതിയാകില്ല. അവിടെ തെളിവുകൾ മാത്രമാണ് സംസാരിക്കുക. ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ദൗത്യം അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ്. കാരണം അന്വേഷിക്കുന്നത് ഒരു കേസിനെ മാത്രമല്ല, അന്നത്തെ അന്വേഷണത്തിന്റെ വിശ്വാസ്യതയും കൂടിയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആദ്യ അന്വേഷണത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിരുന്നു? എല്ലാ തെളിവുകളും ഒരുപോലെ പരിശോധിക്കപ്പെട്ടിരുന്നു? ഗുരുതര വകുപ്പുകൾ ചുമത്താൻ മതിയായ അടിസ്ഥാനമുണ്ടായിരുന്നു? ഈ ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തേണ്ടത് അന്വേഷണമാണ്. ഒരു സർക്കാരിന്റെ ശക്തി എതിരാളികളെ കേസിൽ കുടുക്കുന്നതിലല്ല, നിരപരാധിയെ ഒരിക്കലും കൊടുക്കാതിരിക്കുന്നതിലാണ്. നിയമം അധികാരത്തിന്റെ നീട്ടിയ കൈയായി മാറുന്നുവെന്ന സംശയം പോലും ജനാധിപത്യത്തിന് അപകടകരമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ അന്തിമ സത്യം എന്തായാലും അത് പൂർണ്ണമായ സുതാര്യതയോടെ പുറത്തുവരേണ്ടത് അനിവാര്യമാണ്. ഇത് വീണ ജോർജിന്റെ വിഷയം മാത്രമല്ല. നാളെ മറ്റൊരു മന്ത്രി, മറ്റൊരു പ്രതിപക്ഷ നേതാവ്, മറ്റൊരു വിദ്യാർത്ഥി, മറ്റൊരു സാധാരണ പൗരൻ ആരായാലും അവർക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്ന ഓരോ കേസിനോടുമുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത്. നിയമം രാഷ്ട്രീയത്തിന്റെ സേവകനാണോ, നീതിയുടെ സേവകനാണോ എന്ന ചോദ്യത്തിന് ഓരോ അന്വേഷണവും ഉത്തരം നൽകണം. കേരള രാഷ്ട്രീയം ഇന്ന് മാറിയിരിക്കുന്നു. ജനങ്ങൾ വെറും പ്രസ്താവനകൾ കേട്ട് വിശ്വസിക്കുന്ന കാലം കഴിഞ്ഞു. ഓരോ സംഭവത്തിന്റെയും വീഡിയോ, ഓരോ രേഖയും, ഓരോ അന്വേഷണവും പൊതുസമൂഹത്തിന്റെ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ പഴയ രീതിയിലുള്ള രാഷ്ട്രീയ വിവരണങ്ങൾ ഇന്ന് അതേപടി അംഗീകരിക്കപ്പെടണമെന്നില്ല. ജനങ്ങൾ ചോദിക്കും, മാധ്യമങ്ങൾ ചോദിക്കും, കോടതികൾ ചോദിക്കും, ഒടുവിൽ ചരിത്രവും ചോദിക്കും. അതുകൊണ്ടാണ് ഈ കേസിന്റെ പ്രാധാന്യം. ഇതൊരു വ്യക്തിക്കെതിരായ ആക്രമണ കേസാണോ, അതോ ഒരു രാഷ്ട്രീയ വിവരണത്തിന്റെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള പരീക്ഷണമാണോ, അതോ വെറും രാഷ്ട്രീയ നാടകമാണോ എന്നത് ഇനി അന്വേഷണമാണ് വ്യക്തമാക്കേണ്ടത്. അന്വേഷണ ഫലം ആരെ അനുകൂലിച്ചാലും അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം, രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാകരുത്. അവസാനം ഒരു കാര്യം മാത്രം: അധികാരം താൽക്കാലികമാണ്. കേസുകൾ അവസാനിക്കും, സർക്കാരുകൾ മാറും, മന്ത്രിമാർ മാറും. എന്നാൽ ജനങ്ങളുടെ വിശ്വാസം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു പിടിക്കുക ഏറ്റവും പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഏറ്റവും വലിയ വിധി ആരെങ്കിലും ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുന്നതല്ല, സത്യം ജയിക്കുമോ എന്നതാണ്. ആ സത്യം എത്ര വൈകി എത്തിയാലും അത് ജനങ്ങളുടെ മുന്നിൽ എത്തണം. കാരണം ജനാധിപത്യത്തിൽ അവസാന വാക്കു പറയേണ്ടത് അധികാരമല്ല, തെളിവുകളാണ്.